അഗ്രികൾച്ചർ ഫാമിലേക്കാണ് വന്നിട്ടുള്ളത്. എല്ലാ തരത്തിലും കൃഷികളും ഇവിടെ ഉണ്ട്. അതേപോലെ എന്താ പറയുക, നമ്മളെ ആനിമൽസിനെയും എല്ലാത്തിനെയും അവർ കെയർ ചെയ്യുന്നുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല അടിപൊളി ഒരു പ്ലേസ് തന്നെ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണാൻ വരുന്നത്. അപ്പോൾ ബഹ്റൈനിലുള്ളവരെല്ലാം ഒന്ന് ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്യുക. ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് എൻട്രൻസ് ഫീസ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊരു ഇതൊന്നുമില്ല. അതേപോലെ കുറേ ആനിമൽസും ബേർഡ്സും ഇവിടെ കാണാനുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം, കയറി നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ എൻട്രൻസ് പ്ലേസ് ആട്ടോ ഇത്. നമ്മുടെ കൊറോണയുടെ എല്ലാ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് അവർ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ കയറുന്നിടത്ത് തന്നെ കുറച്ച് പ്ലേസ് നമുക്ക് ഇരിക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ 2-3 ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനെല്ലാം നല്ല ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയ കുറച്ച് പ്ലേസ് അവിടെയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കയറുമ്പോൾ കാണുന്നതാണ് പ്ലാന്റ്സ് അവർ സെയിലിന് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെജിറ്റബിൾസിൻ്റെ സെക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പിന്നെ പ്ലാന്റ് നല്ല ചെടികളും ഉണ്ട്. റീസണബിളായ നല്ല പ്രൈസിൽ തന്നെയാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സൂവിലേക്കാണ് കയറിയത്. വരുമ്പോൾ നമുക്ക് റിട്ടേൺ വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് സൂവിലേക്ക് ഇനി പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂവിൻ്റെ എൻട്രൻസ്. അവിടെ ഒരു ചെറിയ പൈസ നമ്മൾ എൻട്രൻസ് ഫീ ആയിട്ട് കൊടുക്കണം. അതായത് ഇവിടുത്തെ ഒരു 500 ഫിൽസാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഫീസ് എടുത്ത് നമ്മളതിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന തന്നെ 2 ബേർഡ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ പോകുന്നവരെല്ലാം ആയിട്ട് നല്ല കമ്പനിയാണ് 2 ബേർഡ്സ് കൂട്ടാൻ. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബേർഡ്സിനെ തന്നെയാണ്. കാരണം നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളുടെ കയ്യിലെല്ലാം വന്നായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും എടുത്തായിരുന്നു. പിന്നെ ഫുൾ കൈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കംഫേർട്ടായിരിക്കും അവന് ഇരിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ അങ്ങനെ ഞാനും ചേട്ടായിയെല്ലാം കയ്യിലെടുത്തായിരുന്നു അതിനെ. അപ്പോൾ എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത സമയത്ത് ചേട്ടൻ അവിടുന്ന് ഫോട്ടോസ് 2-3 എടുത്തായിരുന്നു കേട്ടോ. പൊന്നൂൻ്റെ കയ്യിൽ ഇരിക്കാനും പറ്റില്ല, അവൾ ഫുൾ കൈ ഇടാത്തതുകൊണ്ട് ഇരിക്കാനും പേടി. അപ്പോൾ നമ്മൾ എല്ലാവരും കയ്യിൽ എടുത്തിട്ട് ഫോട്ടോസെല്ലാം എടുത്ത് കുറച്ച്. അപ്പോൾ ഞാനിതാ നമ്മുടെ ബേഡിനെ പിടിച്ച് കയ്യിൽ എടുത്തിട്ടുണ്ട്. കാറ്റ് വരുന്നുണ്ട്, ബേഡ് നമ്മളെ നോക്കുന്നില്ല, ബേഡ് എന്നെ നോക്കുന്നില്ല. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ വളർത്തുന്ന കുറച്ച് ആനിമൽസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയായിരുന്നു. കാരണം അവിടുത്തെ ആ ബേഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും എല്ലാം സൗണ്ട് അതുപോലെ നിന്നോട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ആവുമായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ ആ കിളികളെ സൗണ്ടും ആനിമൽസിൻ്റെ സൗണ്ടെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടു നോക്ക് കേട്ടോ. അവിടെ നിന്ന് ഒരു പാക്കറ്റാക്കി തരുന്നു. അൻപേടിയാണ്. ഓരോന്നായിട്ട് കൊടുക്കുന്നു. നമ്മളിവിടെ കുബൂസ് കഴിക്കണം. ആശാൻ നല്ല കുബൂസ് കഴിക്കണം. ആശാന് ഞാൻ തന്നെ നല്ല കുബൂസിൻ്റെ ഇടയിൽ സലാഡ് കൊടുത്തു. അയ്യോ നല്ല ചന്തല പോയി.
ചെറുങ്ങനൊക്കെ താഴെ വെക്ക്, താഴെ വെച്ച് കൊടുക്കുക, താഴെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കളയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നൂട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ റാബിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് അതിന് കുറേ സമയം ഫുഡ് അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുക ഇത്. നല്ല ഇനം കൊടുക്കല്ലോ. ആ ഉള്ളിലിട്ട് പറഞ്ഞോളൂ. എനിക്ക് ഈ ഫാമിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയൊരു കാഴ്ച ഇവിടെയായിരുന്നു കേട്ടോ. അതായത് ഒരു ഹോസിനെ അവർ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ബേഡ്സ്, നമ്മളെ ഡക്ക് ഉണ്ട്, അതുപോലെ പീക്കോക്ക് ഉണ്ട്, എല്ലാം മിക്സഡ് ആയിട്ട് അവർ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഉണ്ണിക്കുട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്യാറ്റിനെ ആയിരുന്നു കേട്ടോ. അവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയ ഒരു ക്യാറ്റായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാവരും അതിനെ എടുക്കലും നല്ല എന്താ പറയണ്ടേ, അത്രയ്ക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട്. ഉണ്ണിക്ക് വരെ ഒരു പേടിയില്ല അതിനെ ടച്ച് ചെയ്യാനും എല്ലാത്തിനും. ഉണ്ണി അതിൻ്റെ പുറകെ നടത്തായിരുന്നു. പിന്നെ നമ്മുടെ അവിടുന്ന് വേഗം എസ്കേപ്പായി. പിന്നെ കണ്ടത് ഒരു ഹോഴ്സ് റൈഡിങ് ആയിരുന്നു. പൊന്നൂട്ടിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് നമ്മൾ പിന്നെ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയത് നമ്മൾ ഫസ്റ്റ് കണ്ട ആ പ്ലേസിലേക്കാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. നമ്മൾ 2 ചെടികൾ വാങ്ങിയായിരുന്നു. അതായത് വെണ്ടക്ക, പിന്നെ നമ്മുടെ വഴുതനങ്ങ, എല്ലാം അത്യാവശ്യം നല്ല ചെടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 2-3 ചെടികൾ അവിടുന്ന് വാങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിങ്ങനെ ഇരിക്കാൻ വേണ്ടി കുറച്ച് പ്ലേസും കൂടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഫുള്ള് നമ്മളെ കടലാസും പൂവില്ലേ, അതുകൊണ്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോർട്ടെല്ലാം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ വെജിറ്റബിൾസ് അവർ ഫ്രഷ് ആയത് ഇവിടെ സെയിൽ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ വരുന്നത് ഒരുപാട് പ്ലാന്റ്സ് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അതിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് വെറൈറ്റികളായ പലതും എനിക്ക് പേരറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്.
പിന്നെ കാണുന്നത് ഹോട്ടൽസ് ഉണ്ട് അവിടെ 2-3 ജ്യൂസിൻ്റെയും അതിൻ്റെ എല്ലാം. പിന്നെ ഇവിടെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കേണ്ട. പിന്നെ കൊറോണ ആയതുകൊണ്ട് അതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടാ ഉള്ളത് അവർ. കണ്ടല്ലോ ഇവിടെ സൂ ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ നല്ലൊരു സ്ഥലം തന്നെ. പിന്നെ നമ്മൾ വന്ന ദിവസം നല്ല കാറ്റായതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് വേഗം തന്നെ പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ഇതാ ഞാൻ പറഞ്ഞ കുട്ടികൾക്കില്ല ഒരു പോർട്ടിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ കരകൗശല വസ്തുക്കൾ എന്ന് പറയില്ലേ അതുപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നല്ല രസമുണ്ട്. അതും അന്ന് നമ്മൾ പോയ സമയത്ത് ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായത്. ഇത്രയേ ഉള്ളൂ കേട്ടോ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. കമൻറ്റ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോനെ കുറിച്ചിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.